ഇന്ന് നമുക്ക് കോഴിക്കോടൻ സ്റ്റൈലിലുള്ള നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനെന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നോക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ചിക്കൻ 1 കിലോ, വലിയുള്ളി 2 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 10 എണ്ണം, പച്ചമുളക് 5 എണ്ണം, തക്കാളി 2 എണ്ണം, മല്ലിയില 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, തൈര് 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് നെയ്യും 1 ടേബിൾ സ്പൂൺ ലൈം വാട്ടറും, പിന്നെ 2 ടീസ്പൂൺ ഗരം മസാലയും. റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് 7.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ കറാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീവ്സ്, നെയ്യ്, ഡാൽഡ, ആവശ്യത്തിന് ഉപ്പും, 1/2 ഉള്ളിയും, പിന്നെ കുറച്ച് നാരങ്ങാനീരും. ദം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നെയ്യ്, ഗരം മസാല, മല്ലിയില, ഫ്രൈ ചെയ്ത ഒനിയൻ, പിന്നെ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഉള്ളി ഫ്രൈ ചെയ്യാണ്. അതിനായിട്ടൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 2 ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ല നേരിയതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അത് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി ആദ്യം അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതൊരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ഉള്ളി ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. അതിൽ 1/4 ഭാഗം നമ്മൾ ചിക്കൻ്റെ മസാലയിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി 1/4 ഭാഗം മാത്രമേ നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 2 വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് പേസ്റ്റാക്കി എടുത്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഈ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങുന്ന ഗരം മസാലയ്ക്കൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ അത്ര ഫ്ലേവർ കിട്ടില്ല. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ചിക്കൻ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയിലേക്ക് ഇനി 2 തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർത്തിട്ടില്ല. ഇനി ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ആകുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ചിക്കൻ കുറച്ച് സമയം മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വലിയുള്ളിയാണ്. അതിൻ്റെ 1/4 ഭാഗം കൈകൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ചിക്കൻ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വെന്തതായതുകൊണ്ട് ചിക്കൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കൻ. ചിക്കനിലുള്ള വെള്ളം കുറച്ചൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഫുൾ വെള്ളം നമ്മൾ വറ്റിക്കുന്നില്ല. ഇനി നമുക്ക് ചിക്കൻ കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് അടി കട്ടിയുള്ളൊരു പാൻ എടുക്കാം. പാനിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. 5 ടേബിൾ സ്പൂൺ ഡാൽഡയും ചേർത്തിട്ടുണ്ട്. നെയ്യും ഡാൽഡയും മെൽറ്റായതിന് ശേഷം അതിലേക്ക് ഏലക്കയും ഗ്രാമ്പൂവും പട്ടയും ബേ ലീവ്സും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു പകുതി സവാളയാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് നമുക്കൊരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 7.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കവർ ചെയ്തിട്ടൊരു 5 to 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ പോവാണ്. അതിനായിട്ട് പാനിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല മൊത്തം ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒഴിച്ചതിന് ശേഷം അതൊരു ഈവൻ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മെല്ലെ സ്പ്രെഡ് ചെയ്യുക, ചിക്കനൊന്നും ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ചിക്കൻ്റെ മുകളിൽ ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ പകുതി റൈസ് മാത്രമാണ് ഞാൻ ആദ്യം ഇടുന്നത്. നല്ല ഒരു ഈവൻ ലെയർ ആയിട്ട് വേണം റൈസ് ഇടാൻ വേണ്ടിയിട്ട്. ഇനി റൈസിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചേർക്കാനുള്ളത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനാണ്. ഒനിയൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഒരു 2 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് മുകളിലിടാം. അതിൻ്റെ മുകളിലും നേരത്തെ പോലെ തന്നെ മല്ലിയിലയും ഫ്രൈ ചെയ്ത ഒനിയനും ഗരം മസാലയും ഇട്ട് ഗാർണിഷ് ചെയ്യാം. പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കാം. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർത്തിട്ടില്ല.
ഈ പാനിന് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ദം ചെയ്യണം. ഞാൻ പാന് ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ടില്ല, വേറൊരു പാനിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മൊത്തം മിക്സ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും റൈസും സെപ്പറേറ്റ് ആയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി കോഴിക്കോടൻ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇതെന്തായാലും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.